എന്താണ് വചനം മനസ്സിലാക്കുക എന്നതിൻ്റെ അർത്ഥം? വചനം മനസ്സിലാക്കുക എന്നതിൻ്റെ അർത്ഥം കർത്താവ് ആരെന്ന് മനസ്സിലാക്കുകയാണ്. വചനം മനസ്സിലാക്കുക എന്നാൽ ദൈവത്തെ മനസ്സിലാക്കുക എന്നാണ്. വചനത്തെ മനസ്സിലാക്കുക എന്നാൽ സാക്ഷാൽ ക്രിസ്തുവിനെ മനസ്സിലാക്കുക എന്നാണ്. കാരണം വചനം ജഡമായി തീർന്നവനാണ് ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യത്തെ മനസ്സിലാക്കി തന്നെ മുൻപോട്ട് ദൈവമക്കൾ പോയേ പറ്റൂ. പല പ്രിയപ്പെട്ടവരും പറയുന്നൊരു പരാതിയാണ്, അവർക്ക് വചനം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, അവർക്ക് വചനം ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ നിങ്ങളുടെ വീണ്ടും ജനന അനുഭവത്തെ സംശയിച്ചു പോവുകയാണ്. ഞാൻ എന്തുകൊണ്ടത് പറയുന്നു? കാരണം ഒരുവൻ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ, ഒരുവൻ ദൈവത്തിൻ്റെ സന്തതിയായി കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് വചനം ഗ്രഹിക്കാനുള്ള കൃപ കർത്താവ് കൊടുക്കും. കാരണം ആ വ്യക്തിയും ദൈവവും ഒന്നാണ്. വചനത്തെ ഗ്രഹിക്കുക എന്നാൽ ദൈവത്തെ ഗ്രഹിക്കുക എന്നാണ്. ഞാനത് നേരത്തെ പറഞ്ഞു. വചനത്തെ ഗ്രഹിക്കുക എന്നാൽ ദൈവത്തെ ഗ്രഹിക്കുക എന്നാണ്. ദൈവത്തെ മനസ്സിലാക്കുക എന്നാൽ ക്രിസ്തുവിനെ മനസ്സിലാക്കുക എന്നാണ്. ഒരുവൻ പിതാവിനെയും പുത്രനെയും മനസ്സിലാക്കുവാൻ ആരംഭിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയുടെ ഉള്ളിൽ സാക്ഷാൽ പരിശുദ്ധാത്മാവ് വ്യക്തമായ രീതിയിൽ ക്രിയ ചെയ്യുന്നുണ്ട്. ആ വ്യക്തി ദൈവികമാകുന്ന നീതീകരണം വ്യക്തമായ നിലവാരത്തിൽ പ്രാപിച്ച് മുന്നേറുന്നവനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കാർക്കും വേണ്ട. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മോട് ഇടപെടുന്നത്. ഒരു വ്യക്തി വീണ്ടും ജനിച്ചു എന്നതിൻ്റെ തെളിവെന്ത് എന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് വചനം ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. അതായത് ആ വ്യക്തിക്ക് ദൈവമാരെന്നും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, അതായത് അത്രയും വലിയ കട്ടിയുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, ദൈവത്തെ അറിയുവാൻ തൻ്റെ ആത്മാവിൽ സ്തോത്രം ഭാഗ്യം ലഭിക്കും. തൻ്റെ ആത്മാവിൽ താൻ ദൈവവുമായുള്ള ജ്ഞാനത്തിൽ വളരും. അതിന് വിദ്യാഭ്യാസം വേണ്ട, അതിന് ലോകപരിചയം വേണ്ട, അതിന് ഈ ലോകപ്രകാരമുള്ള ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. യേശു ക്രിസ്തുവിൻ്റെ കൃപ മാത്രം മതി. അനേകം വ്യക്തികൾ സ്നാനപ്പെടുന്നു, മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നു, അവർ കൃപാവരങ്ങൾ പ്രാപിക്കുന്നു എന്ന് പറയുന്നു, എല്ലാം പറയുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ നിർഭാഗ്യവശാലുള്ള ഒരു പ്രയാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ they fail to understand the word of God. അവർക്ക് വചനം ഗ്രഹിക്കുവാനുള്ള കഴിവ് ഇല്ലാതെ പോകുന്നു. ഒരു കാര്യം ഞാൻ കർത്തൃനാമത്തിൽ പറയാം, ഒരു വ്യക്തി വചനം ഗ്രഹിക്കാനുള്ള കഴിവ് പ്രാപിക്കാതെ ഒരു കാരണവശാലും സ്നാനപ്പെടരുത്. പല പ്രിയപ്പെട്ടവരും ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിക്കുമ്പോൾ കൂടെ ഉള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി സ്നേഹപരമായ അഭിപ്രായങ്ങൾ കേട്ടും എനിക്കും സ്നാനപ്പെടണമെന്നുള്ള ചിന്തയിലെല്ലാം സ്നാനപ്പെടാറുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതൽ തന്നെ ഒന്ന് ശോധന ചെയ്യണം. എനിക്ക് വചനത്തെ മനസ്സിലാക്കുവാൻ, എനിക്ക് ദൈവത്തെ മനസ്സിലാക്കുവാൻ, എനിക്ക് എൻ്റെ അരുമനാഥനാകുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അപ്രകാരമുള്ള ഒരു ബന്ധം എന്നിൽ വന്നിട്ടുണ്ടോ? ഞാൻ ഈ സംസാരിക്കുന്നത് ഒരല്പം കട്ടിയായി തോന്നാം, എന്നോട് ക്ഷമിക്കുക, ഞാൻ പറയുന്നത് സത്യമാണ്. അങ്ങനെ ഒരു അനുഭവം ഉള്ളവർ മാത്രമേ സ്നാനപ്പെടാവൂ. അങ്ങനെ ഉള്ളവർ സ്നാനപ്പെടുന്നതാണ് ഉപയോഗം. കാരണം അവരുടെ ഉള്ളിലാണ് വീണ്ടും ജനന അനുഭവമുള്ളത്. ഒരു വീണ്ടും ജനന അനുഭവം എന്ന് പറയുന്നത് ദൈവമാരെന്നുള്ള തിരിച്ചറിവാണ്. ദൈവമാരെന്നുള്ള തിരിച്ചറിവും ആ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം പ്രാപിപ്പാനുള്ള ആ അനുഭവവും ഉണ്ട് എങ്കിൽ മാത്രമേ ആ വ്യക്തി വീണ്ടും ജനിച്ചു എന്ന് പറയാൻ പറ്റൂ. അങ്ങനെ ഉള്ളവരാണ് ദൈവിക നീതീകരണത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഉള്ളവരിലാണ് വിശുദ്ധീകരണം വെളിപ്പെടുന്നത്. അങ്ങനെ ഉള്ളവർക്കാണ് ക്രിസ്തുവിലുള്ള ആ പാപക്ഷമ, അതായത് പാപമറിയാത്തവൻ സ്വയം പാപത്തിന് പരിഹാരമായി അറുക്കപ്പെട്ട കുഞ്ഞാടായി മാറ്റപ്പെട്ടു. ആ തിരുരക്തത്തിന്റെ ശക്തി എന്തെന്ന് അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അനുഭവിപ്പാൻ കഴിയൂ.